ഹായ് മകളെ, ഇന്ന് നമ്മൾ പൈത്തൺ ഗ്രാഫിക്സിന്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൈത്തൺ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് തന്നെ എളുപ്പമാണ് അല്ലേ? അതെ, ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ കമാൻഡ് തരും. ആ കമാൻഡ് അനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ഔട്ട്പുട്ട് ഉള്ള സാധനം ചെയ്യണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, നമ്മുടെ ഇതാണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പൈത്തൺ പ്രോഗ്രാമിംഗിന് തന്നെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക, ഇല്ലേ? ഇത് ചെയ്തിട്ടുണ്ടാവും. നോക്കിക്കേ, രണ്ട് തരത്തിലാണ് ഇതിന്റെ ഔട്ട്പുട്ട് തന്നിരിക്കുന്നത്. രണ്ട് തരം എന്ന് വെച്ചാൽ ഒരു ഔട്ട്പുട്ട് നോക്കൂ, ഔട്ട്പുട്ട് വണ്ണിന്റെ പ്രോഗ്രാം ആണ് ഇത്. അപ്പോ ഇതേപോലെ ഇതേ ഔട്ട്പുട്ട് 2 കിട്ടാൻ ഈ പ്രോഗ്രാമിൽ എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ചോദ്യം ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്കുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ മലയാളം മീഡിയത്തിൽ എന്ത് ചെയ്യാം, ഇതേ ചോദ്യം കാണാം. കണ്ടോ? യെസ്, ഇതേ ചോദ്യം എന്ത് ചെയ്യണം? നമ്മൾ പൈത്തൺ ഗ്രാഫിക്സിൽ എന്ത് ചെയ്യണം. പൈത്തൺ ഗ്രാഫിക്സ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ പോയി പൈത്തൺ ഗ്രാഫിക്സ് എന്ന് സെർച്ച് ചെയ്യരുത്. അങ്ങനെയല്ല ഈ സാധനം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കാര്യവും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ആവശ്യമുള്ളത്? യെസ്, നമുക്ക് ഇവിടെ വേണ്ട എന്താണ്? IDLE എന്നുള്ള നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മുടെ ഹോമിലൊക്കെ പോയിട്ട് നമുക്ക് ഇവിടെ വേണ്ട എന്താണ്? IDLE, ഇഡ്ലി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത് ശരിക്കും IDE എന്നാണ് അതിനെ പറയാ. അത് ശരിക്കും ഒരു പ്രോംപ്റ്റ് ആണ് സംഭവം. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. IDLE ഇത് ശരിക്കും ഒരു IDE ആണ്. ദാറ്റ് ഈസ് ദ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവിറോൺമെന്റ് എന്നാണ് അതിന് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ഷെല്ല് കിട്ടും. IDLE ഷെൽ എന്ന് കിട്ടും. ചില ആളുകൾക്ക് അതിനെ ഡോസ് ഷെൽ എന്നൊക്കെ പറയും. ഇവിടെയാണ് ശരിക്കും നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക എന്ന് വിചാരിക്കും. എന്നാൽ ഇവിടെയല്ല. ആദ്യം എന്ത് ചെയ്യാന്നറിയോ, ഇതിനകത്ത് എന്തൊക്കെയോ ഒരു 3-4 ലൈനുകൾ ഓൾറെഡി ടൈപ്പ്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ സാധനത്തിനെ പോയിട്ട് ഫയലിൽ പോയിട്ട് ന്യൂ ഫയൽ എടുക്കുക. അപ്പൊ നമുക്കൊരു ന്യൂ ഫയൽ കിട്ടുമോ? ഞാൻ അതിനെ വലുതാക്കി തരാം. യെസ്, ഇവിടെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ എഡിറ്റർ വിൻഡോ. ഇതാണ് എഡിറ്റർ വിൻഡോ. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് എന്ന് വെച്ചാൽ അതുപോലെ എന്ത് ചെയ്യാം, തെറ്റില്ലാതെ തിരുത്തില്ലാതെ കറക്റ്റ് സ്പേസിംഗിൽ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതങ്ങൾ ടൈപ്പ് ചെയ്ത് തുടങ്ങി തരാം. ഫ്രം ടർട്ടിൽ സ്പേസ് ഇമ്പോർട്ട്. ഇതാണ് നമ്മുടെ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലൈൻ ഉണ്ടാവുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ എന്നുള്ള സിമ്പിൾ ഇല്ലേ, അത് നിർബന്ധമായിട്ടും എഴുതണം. എന്താണ് പ്രോഗ്രാം? നമ്മുടെ പ്രോഗ്രാം ആകെ ഉള്ളത് 5-6 ലൈന്, കുറച്ച് ലൈനുകൾ മാത്രമേ ഉള്ളൂ. ഡോട്ട് ഓഫ് 300. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയാം, നമ്മൾ ഈ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പെൻ സൈസ് ആണ്. പെൻ സൈസ് എന്ന് വെച്ചാൽ എന്താണ്? പെൻ സൈസ് എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന പെന്നിന്റെ തിക്നെസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ എടുത്തിരിക്കുന്നത് 6 ആയിരുന്നു. അതും വളരെ ഭംഗിയിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, ഓരോ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഫോർ ടർട്ടിൽ ഇമ്പോർട്ട് എന്നൊക്കെ പറയട്ടെ, വിച്ച് മീൻസ് അത് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണെന്നറിയോ, തെറ്റൊന്നുമില്ല, നമ്മൾ സാധനം ചെയ്യുന്നുണ്ട് എന്നാണ് അത് എന്ത് ചെയ്യുന്നത്, മെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി അടുത്ത് പോകുന്ന ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. 4 എന്നുള്ള ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കുറെ വട്ടങ്ങൾ വരുന്നില്ലേ, അതുപോലെ ആ റിപ്പീറ്റ് ആയിട്ട് എത്ര തവണ വരണം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ I in range എന്ന് പറഞ്ഞിട്ട് 23, അതായത് ഒരു 23 എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ബ്രാക്കറ്റിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യണം. പിന്നെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അവിടെ കോളൻ, ഈ 2 കുത്തു മാത്രമുള്ളതിനെ പറയുന്നത് കോളൻ, കുത്തും കോമയുള്ളതിനെയോ സെമി കോളൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കോളൻ ആണ് ഉപയോഗിക്കുക. അപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യും, ലൂപ്പിൽ ഈ സാധനം വരും കേട്ടോ. ഇനി അടുത്ത എന്തായിരുന്നു, ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഈഫ് സ്റ്റേറ്റ്മെന്റ് I mod 2. I എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സാധനമാണ്. I mod 10 is equal to 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് I എന്നുള്ള നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത്, അതിന്റെ റിമൈൻഡർ 0 കിട്ടണം എന്നാണ് പറയുന്നത്. ഈഫും ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, കോളൻ നമ്മൾ ടൈപ്പ് ചെയ്യാം. അപ്പൊ കണ്ടോ, ഉള്ളിലേക്ക് വരും. ഈഫിന്റെ കുറച്ച് ഒരു ടാബ് സ്പേസിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അങ്ങനെയല്ല എല്ലാവർക്കും വരിക. യെസ്, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇനി നമ്മൾ ഇങ്ങനെ കൊടുക്കും ബാക്ക്വേർഡ്. എന്താണ് നമ്മുടെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമുക്കിത് കൊടുക്കണം. I star 1.5 plus 60. നമ്മുടെ പ്രോഗ്രാമിൽ തന്ന സാധനങ്ങൾ തന്നെ മക്കളെ, അതെന്ത് ചെയ്യുന്ന അറിയാം, നമ്മൾ വളരെ ഭംഗിയിൽ ആ സാധനം കൊടുക്കുന്നു. പിന്നെ കളർ, ഈ കളർ എന്താ COLOUR പകരം COLOR. കമ്പ്യൂട്ടർ COLOR തന്നെ ഉള്ളൂ. അതാണ് പ്രധാനമായിട്ടുള്ള കാരണം കേട്ടോ. അവിടെ നിങ്ങൾ COLOUR എന്നടിച്ചു കഴിഞ്ഞാൽ തെറ്റാകും. എന്ത്, അത് കളർ നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തല്ല COLOUR എന്നുള്ളത് അത് തെറ്റാണ് കേട്ടോ.
യെസ്, കളർ കഴിഞ്ഞു. കളർ കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ കളർ ഓൾറെഡി കൊടുത്തു, 2 കളറാണുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട്. നമുക്ക് അവിടെ തൽക്കാലം അവസാനിപ്പിക്കാന്നേ. യെസ്, ഡോട്ട് കഴിഞ്ഞാൽ അടുത്ത് വരേണ്ടത് എന്താണെന്ന് അറിയാം, തൊട്ട് ബാക്കിലേക്ക് വരണ്ടേ. ഡോട്ടിന് താഴെയല്ല, തൊട്ട് ബാക്കിലേക്ക് ഇനി വരേണ്ടത് ഫോർവേഡ് എന്നുള്ള കമന്റാണ്. നിങ്ങൾക്ക് എന്തിനാ ഫോർവേഡ് കമന്റ് ഉപയോഗിക്കാന്ന് അറിയോ? ഫോർവേഡ് കമന്റ് എന്തിനു നമ്മൾ ഉപയോഗിക്കുന്നു അറിയോ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. ഫോർവേഡ് കമന്റ് ഉപയോഗിക്കുന്നത് എന്തിന്? നമുക്ക് എന്തിനു ഉപയോഗിക്കാം അല്ലേ? യെസ്, ആ മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ഫോർവേഡ് എന്നുള്ള കമന്റ്. ഫോർവേഡിന് ശേഷം നമുക്ക് വേണ്ടത് കളറാണ്. കളർ 2 കളർ ഉണ്ടായിരുന്ന അതിലൊരു കളർ ഗ്രീൻ ആണെങ്കിൽ മറ്റേ കളർ നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ എഴുതും. അത് RED, റെഡ് ആണ്. ഈ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴില്ലേ, ഈ റെഡ് എന്നുള്ളതായിരുന്നു ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനം. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയാ, ടൈപ്പ് ചെയ്യാനേ എളുപ്പം. ഞങ്ങളുടെ ഇതിൽ കമ്പ്യൂട്ടറൊക്കെ വളരെ കമ്മിയായിരുന്നു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പൊ മക്കളെ, വളരെ ഭംഗിയിൽ നമ്മൾ ഈ സാധനം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓടിപ്പോയി റണ്ണിൽ പോയി ഞെക്കരുത്, തെറ്റും. അങ്ങനെയല്ല, പകരം എന്ത് ചെയ്യുക, നമ്മൾ ഈ സാധനത്തിന് ആദ്യം നമ്മൾ സേവ് കൊടുക്കണം. നമ്മൾക്ക് എന്ത് ചെയ്യാം, സേവ് ആസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. എവിടെയാണുള്ളത് അവിടെ. ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക അവിടെ ഹോമിൽ ഗ്രേഡ് 10ൽ പോയിട്ട് സേവ് ചെയ്യാനാ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ടാർഗറ്റഡ് ലൊക്കേഷൻ എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് പോവാം. ഇപ്പൊ ഞാൻ ഹോമിൽ ഇവിടെ എജുപോർട്ട് എന്നുള്ളത്, അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം, അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും. എവിടെയാണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഈ സാധനത്തിനെ നമുക്ക് സേവ് ആക്കി വെക്കാം കേട്ടോ. അങ്ങനെ ഒരു ഫയൽ നെയിം കൊടുക്കാം. ഫയൽ നെയിം എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഫയൽ നെയിം കൊടുക്കുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആണ്. എനിക്ക് രജിസ്റ്റർ നമ്പർ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം 1011 എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രീനിന് തൊട്ടു മുകളിൽ നമുക്ക് ഇതേ പേരിൽ കാണും. കണ്ടോ? പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ തെറ്റൊക്കെ വരും, വന്നോട്ടെ, നമുക്ക് തിരുത്തിയാൽ മതി. ഇനി എന്ത് ചെയ്യാ, റണ്ണെന്നടിച്ച് റൺ മൊഡ്യൂൾ 5ൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ യെസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫസ്റ്റത്തെ ഔട്ട്പുട്ട് കിട്ടും. അത് ഇങ്ങനെയായിരിക്കും. നോക്കൂ, ആണോ അല്ലയോ? യെസ്. അപ്പം ഇത് നമുക്ക് തന്നിരിക്കുന്ന പ്രോഗ്രാം ആണ്. നമുക്കിനി എന്താ വേണ്ടത്? നമുക്കിനി ആകെ വേണ്ട എന്താ, ഈ തന്ന ചോദ്യത്തിൽ ഈ പച്ച കളർ മാറ്റി മഞ്ഞ കളറും റെഡ് കളർ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, വൈറ്റ് കളർ ആക്കണം. മക്കളെ, സിമ്പിൾ, സോ സിമ്പിൾ. ഞാൻ എന്ത് ചെയ്തു, ഗ്രീൻ മാറ്റിയിട്ട് എനിക്ക് വേണ്ടത് യെല്ലോ ആണ്. ഗ്രീൻ മാറ്റിയിട്ട് യെല്ലോ, ആ നടുക്കിലെ റെഡ് ഇല്ല, അതിന് പകരം വൈറ്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുന്നു. ഞാൻ എൻ്റെ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ തിരിച്ചു വരുന്നു. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുന്നു. എനിക്ക് വേണ്ട എന്താ, ഫസ്റ്റത്തെ ഗ്രീൻ എന്നുള്ള കളർ ഉണ്ടല്ലോ, ആ ഗ്രീൻ കളർ അല്ല നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ വേണ്ടത്. അപ്പൊ ഗ്രീന് മാറ്റിയിട്ട് നമുക്ക് എന്താണ് വരേണ്ടത്, അവിടെ യെല്ലോ ആണ്. അവിടെ യെല്ലോ ഒന്ന് ടൈപ്പ് ചെയ്യാം. പിന്നെ റെഡ് ഉണ്ടല്ലോ, റെഡിന് പകരം എന്താ വരണ്ടേ, വൈറ്റ്, വെള്ള കളറാണ് വരേണ്ടത് അല്ലെ മക്കളെ? അപ്പൊ ഇതെന്ത് ചെയ്യാ, ഇത് ചെയ്ത് ഉടനെ തന്നെ പോയിട്ട് എന്ത് ചെയ്യരുത്, റണ്ണ് കൊടുക്കരുത്, വേഗം ഫയലിൽ പോവുക. ഇനി വെറുതെ സിമ്പിൾ ആയിട്ട് സേവ് എന്ന് മാത്രം കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എന്തായി, നമ്മുടെ പ്രോഗ്രാം ആയി. ഇനി റണ്ണിൽ പോയി റണ്ണിൽ അടിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കുറച്ചു നേരം എന്ത് ചെയ്യാം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ എന്തൊരു തെറ്റ് വന്നു, പൈത്തൺ ഗ്രാഫിക്സിൽ ഞാൻ എന്തോ ഒരു വരുത്തിയപ്പോൾ എനിക്ക് എന്തൊരു തെറ്റ് വന്നിരിക്കുന്നു. അത് എന്താണ് ആ തെറ്റ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഞാൻ യെല്ലോ നടിച്ച സാധനത്തിലില്ലേ, കണ്ടോ ഒരു സാധനം, ഒരു ഐ ഇടയിൽ കൂടി കയറി വന്നു. അവിടെയാണ് എന്ത് തെറ്റ്. പിന്നെ തെറ്റ് തിരുത്തി എന്ത് ചെയ്യുക, സേവ് പിന്നെയും കൊടുക്കുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, റൺ മൊഡ്യൂൾ പോയിട്ട് FI നടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോഴായാലും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഐഡിയൽ ഷെല്ലിൽ, നമ്മുടെ ഡോസിൽ കറക്റ്റ് ആയിട്ട് സാധനം കാണും. ഇപ്പൊ നോക്കൂ, നമുക്ക് എന്തായി, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന പച്ചനെ നമ്മൾ മഞ്ഞയാക്കി, ചുവപ്പിന് നമ്മൾ എന്ത് ചെയ്തു, വൈറ്റ് കളറാക്കി. അപ്പം ഇത്തരം കാര്യങ്ങളാണ് എന്ത് ഇതാക്കാനുള്ളത്. അപ്പൊ ഇനിയൊരു സംശയം ഉണ്ടാവും, ഇനി നമ്മൾ സേവ് ചെയ്യണം? വേണ്ട, നമ്മൾ അതിന് വരെ സേവ് കൊടുത്തില്ലേ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ നമ്മുടെ പൈത്തൺ ഗ്രാഫിക്സ്. മക്കളെ, പൈത്തൺ ഗ്രാഫിക്സിലെ പ്രോഗ്രാം തരും, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കളർ മാറ്റാനുള്ളതാണ് മാറ്റിയാൽ മതി, വേറൊന്നുമില്ല. സോ സിമ്പിൾ അല്ലേ? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് സോ സിമ്പിൾ. അപ്പൊ മക്കളെ, എല്ലാവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ സാധനം ഒന്നുകൂടി എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നോക്കുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. സോ അടുത്ത ഇതിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.